നിങ്ങളിപ്പോൾ കയറിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫയർ സർവീസിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ആൻഡ് ഡെമോ സെക്ഷൻ്റെ അവിടെയാണ്. ഒരു ദുരന്ത മുഖത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൾക്കാരെ റെസ്ക്യൂ ചെയ്യുന്നതെന്നാണ് ഇവിടെ മുഴുവൻ ഈ വലിയൊരു മരത്തിൻ്റെ ചുറ്റും നമ്മൾ ചെയ്തേക്കുന്നത്. ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ ചെയ്ത് വിജയിച്ച സംഭവങ്ങളാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഡെമോയിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ആൾക്കാർ വന്ന് വീഴുക. ഇപ്പം കൊക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വീണു, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ വന്ന് വീണു കേട്ടോ. 10ാമത്തെ നിലയിൽ നിന്ന് 9ാമത്തെ ഫ്ലോറിലൊക്കെ വന്ന് വീണ് അങ്ങനെ കിടന്ന് നട്ടലിന് പരിക്കേറ്റ ഒരാളിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടോ. അയാളെ സ്പൈൻ ബോർഡിൽ കയറ്റുന്നു, സ്പൈൻ ബോർഡിൽ കയറ്റി ലാഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ആളിനെ എന്ത് ചെയ്യും, പുള്ളിയിൽ കയറ്റി നമുക്ക് താഴോട്ട് സ്റ്റെപ്പ് വഴിയൊന്നും ഇറങ്ങാതെ സുഖമായിട്ട് ആളിനെ തിരിച്ച് താഴോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും, സർവിക്കൽ കോളർ ഇടുന്നു, അതിനൊപ്പം ഹെഡ് മൂവിലൈസർ ഇടുന്നു. ഇതിട്ട് നേരത്തെ പിന്നെ ഒരു അനക്കവും ഉണ്ടാകത്തില്ല. അങ്ങനെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, ഇത് നമുക്ക് ഒരാളിനെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് ഏത് സ്ഥലത്താണോ എത്തിക്കേണ്ടത്, അതായത് ഇപ്പോൾ താഴെ കിടക്കുന്ന ഒരാളിനെ റെസ്ക്യൂ ചെയ്ത് എടുത്ത് അതിന് ഏറ്റവും താഴെ കൊണ്ടുപോകണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. എവിടെയാണോ നമുക്ക് ഇറക്കേണ്ട ആളിനെ അതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഇറക്കാനും പറ്റും. നോക്കൂ, ഇവിടെ ഇറക്കുന്നു, കുട്ടിയെ എടുക്കുന്നു, ഓക്കെ, എടുത്തിട്ട് വീണ്ടും പോക്കുന്നു കണ്ടോ. ഇനി അപ്പുറത്താണ് ഇറക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നമ്മൾ ഓക്കെ ഓക്കെ ഇതേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കൊണ്ടുപോയിട്ട് എവിടെയാണോ ഫസ്റ്റ് എയ്ഡോ അല്ലെങ്കിൽ അതിന് എന്താ മെഡിസിൻ എവിടെയാണോ ഇറക്കേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇറക്കുന്നു കണ്ടോ. ഇങ്ങനെ നമുക്ക് റെസ്ക്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ട്രയോളിയൻ റോപ്പ് റെസ്ക്യൂ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ ഒരു റെസ്ക്യൂ ആണ് ഇത് കണ്ടോ, സ്കൂപ്പിംഗ് എന്ന് പറയും. ഒരാളെ ഹൈ റൈസ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ മുകളിലത്തെ നല്ല ഹിൽ ഏരിയയിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരെ എത്രയും പെട്ടെന്ന് താഴെ എത്തിക്കാൻ വേണ്ടി കേട്ടോ. മാറി ഓക്കെ, ഒരാളെ അല്ല ഒരുപാട് പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറവറാതെ നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അത്. അതേപോലെ തന്നെ ഈ ഡമ്മി ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും, നമുക്കൊരു ബിൽഡിങ്ങിൽ മുകളിലോട്ട് കയറി പോകാനും അതേപോലെ താഴോട്ട് ഇറങ്ങി വരാനും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ട്രൈപോഡ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കിണറ്റിലൊക്കെ ആൾക്കാർ വന്ന് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളിനെ ഉണ്ടോ ഇതേപോലെ കെട്ടി നമുക്ക് മുകളിലോട്ട് ഒരാൾക്ക് ഈസി ആയിട്ട് വലിച്ച് വെക്കാനായിട്ട് പറ്റും. നമ്മൾ ഇതിൽ പശുവിനെ എടുക്കാനും അങ്ങനെ മൃഗങ്ങളെയൊക്കെ എടുക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത്ര സ്ട്രോങ് ആയിട്ട് ഇത് നിൽക്കുകയും ചെയ്യും. അതെയോ? ആ, ഹായ് ഹായ്. കെട്ടി നിർത്തിയാലോ സാറേ, കെട്ടി നിർത്തട്ടെ. അല്ല, നമുക്ക് ഈ വ്യത്യാസം ഉണ്ടെങ്കിലേ വേണമെങ്കിൽ വൈഫിനെ കയറ്റി വ്യത്യാസം കറക്റ്റ് അറിയാൻ പറ്റും. നമുക്കറിയാലോ. ആ, അല്ല എനിക്കൊന്നിന് വൈഫ് കയറിയല്ലേ വ്യത്യാസം, പിന്നെ വെയിറ്റിന്റെ വ്യത്യാസം. ആ, പറ്റുമോ? ആരാ മക്കളുവാ. ആദ്യം ലെഫ്റ്റ് ലെഗ് വെക്കുക കേട്ടോ. ഇതിന്റെ പേരെന്താ അറിയോ? ഈ പാലത്തിന്റെ പേരെന്താന്ന് അറിയോ? ഇപ്പൊ വന്ന പാലത്തിന്റെ എന്താണ്? പർമ ബ്രിഡ്ജ്. അവിടെ താങ്കൾ പറഞ്ഞു പ്രളയമൊക്കെ വരൂലേ, വെള്ളപ്പൊക്കം വരുമ്പോ പാലമൊക്കെ പൊളിഞ്ഞു പോകൂലേ, അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ ഒപ്പത്തിന് ഇപ്പത്തോട്ട് വരും, പെട്ടെന്ന് നമുക്ക് രക്ഷിക്കണം. പുഴയുടെ അപ്പുറത്ത് പെട്ടെന്ന് നമ്മളന്നൊക്കെ എല്ലാവരും പോയില്ലേ, അപ്പൊ എന്താ പാലം എന്ത് ചെയ്യും?
എല്ലാവർക്കും അങ്ങോട്ട് പോയാലും ഇഷ്ടപ്പെട്ടു. വാടേ വാടേ വാ 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 മോളെ ആട്ടല്ലേ ഒരുപാട് അവൾ വിറക്കണതാ കാല് ആട്ടനല്ല പിന്നെ മോളെ വിറക്കല്ലേ മതി പറ്റും ഹെൽമെറ്റ് അതാകുന്നുണ്ട് ഫുള്ള് കയറണല്ലേ ആണല്ലേ ഫുള്ള് കയറണല്ലേ കുഴപ്പമില്ല അങ്ങോട്ട് ഇരിക്കാം ഇത്തിരി കാലെടുത്ത് പോയി ഓക്കെ പേടിയുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാ പിന്ന് പുൾ ചെയ്യുന്നു, പുൾ ചെയ്ത് തീയിലോട്ട് എയിം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ സ്ക്യൂസ് ചെയ്യുന്നു, കണ്ടോ കണ്ടോ തീ അണഞ്ഞു, കണ്ടോ സ്ക്യൂസ് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് സീപ്പ് ചെയ്ത് കൊടുക്കുന്നു, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു. കണ്ടോ ഇതിപ്പോൾ ഫയർ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് കാണിച്ചാൽ മതി. കുറച്ച് വലിയ ഫയർ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു. കണ്ടോ സിമ്പിളായിട്ട്, ഒരു സെക്കൻഡ് പോലും വേണ്ട. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്ത ഒരു റോബോയാണ് അല്ലേ? നിങ്ങൾ രജനീകാന്തിൻ്റെ പടം കണ്ടില്ലേ? അതേപോലത്തെ ഒരു റോബോയാണ്. ഇപ്പം നമ്മളെ പണി ഇത് എടുക്കുന്നുണ്ട്, റോബോ എടുക്കുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല സംഭവം. ഇത് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ഓസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഇത് തന്നെ വർക്ക് ചെയ്തോളും കേട്ടോ. ഇതിൽ നിന്ന് വെള്ളം ചീറ്റി ഏകദേശം 65 മീറ്ററോളം വെള്ളം ചീറ്റി ഇതെന്ത് ചെയ്യും? നമ്മളെ തീ അണയ്ക്കും. അപ്പം മനുഷ്യർക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, അതായത് വലിയ ടാങ്കറൊക്കെ പൊട്ടാൻ നേരത്ത് എന്താണ് അവിടെ പോയി നിന്ന് വർക്ക് ചെയ്താൽ ചിലപ്പോൾ എന്താണ് മനുഷ്യന് ആപത്തുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് അങ്ങ് വിട്ടുകൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊരു ഫ്രഞ്ച് സാധനമാണ്, വിദേശിയാണ് കേട്ടോ. ഏകദേശം 200 കിലോ വെയിറ്റ് ഇതിന് താങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. ഒരാൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിന് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകും. ഇതിൻ്റെ മുകളിൽ സ്ട്രെച്ചർ നമ്മൾ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ആളിനെ വേണമെങ്കിൽ നമുക്ക് ദുരന്തമുഖത്ത് നിന്ന് അത്യാവശ്യം എത്തിക്കേണ്ട സ്ഥലത്ത് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു പടിയെ സ്റ്റെപ്പൊക്കെ ഇത് സുഖമായിട്ട് കയറിപ്പോകും. ഒരു 40 ഡിഗ്രി ചരിവൊക്കെ ഇതിന് സുഖമായിട്ട് കയറി പോകാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സൈഡ് ചരിഞ്ഞ് 35 ഡിഗ്രി ചരിവിൽ ഇതിന് പോകാനായിട്ട് പറ്റും. 5 കിലോമീറ്റർ സ്പീഡിലാണ് ഇത് പോകുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാൻ. അത് കഴിഞ്ഞ്